അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ്. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. അമ്മാ ബഅദു ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് കറംനാ ബനീ ആദമ വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖ്നാഹും മിനത് ത്വയ്യിബാതി വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീലാ. സ്വദഖല്ലാഹുൽ അലിയുൽ അദീം. സാദാത്തുക്കളെ, ഉലമാക്കളെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാട്ടുകാരെ, മനുഷ്യർക്കൊപ്പം എന്ന മഹിതമായ പ്രമേയമാണ് ഈ യാത്രയിൽ അഭിമന്യരായ സുൽത്താനുൽ ഉലമ നമ്മോട് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ എന്ന് പറയുന്നത് അതിനെ നിർവചിച്ചുകൊണ്ടും വ്യാഖ്യാനിച്ചുകൊണ്ടും ധാരാളം ആശയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും കെമിസ്ട്രി പറയുന്ന വെറും ദ്രവ്യമല്ല മനുഷ്യൻ, ബയോളജിയിൽ വിവരിക്കപ്പെടുന്ന വെറും ജീവിയുമല്ല മനുഷ്യൻ, മറിച്ച് ബുദ്ധിയും വിവേകവുമുള്ള, ജീവിതത്തിന് പ്രത്യേകമായ ലക്ഷ്യം നിർണയിക്കപ്പെട്ട, ഈ ഭൂമിയിലെ ഏറ്റവും ഉത്കൃഷ്ടനായ സൃഷ്ടിയാണ് മനുഷ്യനെന്ന് പറയുന്നത്. സ്രഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ ആദരവും ബഹുമാനവും കൽപ്പിച്ചിട്ടുള്ള വർഗമാണ് മനുഷ്യർ. വലഖദ് കറംനാ ബനീ ആദം, മനുഷ്യസന്തതികളെ ഞാൻ ആദരിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആ ആദരവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിദാനം മനുഷ്യർക്ക് ഇതര ജീവികളിൽ നിന്നും വ്യതിരിക്തമായി സ്രഷ്ടാവ് നൽകിയ വിശേഷ ബുദ്ധിയാണ്. നേരും നെറിയും സത്യവും അസത്യവും വ്യവഛേദിച്ചു മനസ്സിലാക്കാനുള്ള ഈ സവിശേഷകരമായ സിദ്ധി കൊണ്ടാണ് ഇതര ജീവജാലങ്ങളെ മുഴുവനും നിയന്ത്രിക്കാൻ മനുഷ്യർക്ക് സാധിക്കുന്നത്. ഭൂമിക്ക് പുറത്തേക്കും യാത്ര പോയി തിരിച്ചു വരാൻ മനുഷ്യന് കഴിയുന്നത്, ഭാഷ ഉപയോഗിച്ച് ആശയവിനിമയം നടത്താൻ സാധിക്കുന്നത്, അങ്ങനെ ഒട്ടേറെ സവിശേഷതകളുള്ള മനുഷ്യനാണ് ഈ ഭൂമിയിലെ ഏറ്റവും സുശക്തമായ സാമൂഹ്യ ജീവി. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ഏറെ ഉത്തരവാദിത്വങ്ങളുള്ളവനാണ്. അവനെ സൃഷ്ടിക്കപ്പെട്ടതിന് കൃത്യമായ ലക്ഷ്യം നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ നമ്മോട് ഉണർത്തിയിട്ടുണ്ട്. വൈദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലും ഫിൽ അർളി ഖലീഫ. പ്രവിശാലമായ ഈ പ്രപഞ്ചത്തിൽ, വളരെ ചെറിയൊരു ഗോളമാകുന്ന ഈ ഭൂമിയിൽ പ്രപഞ്ച സ്രഷ്ടാവിൻ്റെ സാന്നിധ്യം ഉദ്ഘോഷിക്കുവാനും അവൻ്റെ നിയമങ്ങളും നിയന്ത്രണങ്ങളും മാനിച്ച് ജീവിക്കുവാനും ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവനാണ് അള്ളാഹുവിൻ്റെ ഖലീഫയായ മനുഷ്യൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ഒന്നാമത്തെ ദൗത്യം തൻ്റെ സ്രഷ്ടാവിനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് മനുഷ്യന് വിശേഷ ബുദ്ധി നൽകിയിട്ടുള്ളത്. ആ ബുദ്ധി ഉപയോഗിച്ച് ചെറിയ രീതിയിൽ അവനൊന്ന് ആലോചിച്ചാൽ ആ യാഥാർത്ഥ്യത്തിലേക്ക് അവൻ എത്തിച്ചേരും. സ്രഷ്ടാവ് ഉണ്ട് എന്നതിൻ്റെ പരസ്യ പലകകളാണ് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൽ ലിഉലിൽ അൽബാബ്. വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നത്, നിങ്ങൾ അധിവസിക്കുന്ന ഈ ഭൂമി, ആകാശഗോളങ്ങൾ, ഇവിടെ രാപ്പകലുകൾ മാറി മാറി പ്രത്യക്ഷപ്പെടൽ തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങളിലെല്ലാം ഇതിനെ ചമയിച്ചൊരുക്കി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അജയ്യനായ ഒരു സ്രഷ്ടാവിൻ്റെ സാന്നിധ്യം ഇത് വിളിച്ചോതുന്നുണ്ട്. അത് ഏത് ചെറിയ ബുദ്ധിയുള്ള ആളുകൾക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെ ആ അള്ളാഹുവിനെ
നമുക്ക് കൃത്യമായി പരിചയപ്പെടുത്താൻ. ആ സ്രഷ്ടാവ് ആരാണ്, അവന്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്, അവന് നമ്മോട് പറയാനുള്ളത് എന്താണ്, ഇതെല്ലാം പരിചയപ്പെടുത്തുന്നതിനു വേണ്ടി നമുക്കൊരു സാക്ഷിയെ കൂടി അള്ളാഹു മുന്നിൽ വെച്ചിട്ടുണ്ട്. യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ശാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. ഓ പ്രിയപ്പെട്ട നബിയെ, അവിടത്തെ ഞാൻ നിയോഗിച്ചിരിക്കുന്നത് സാക്ഷിയായിട്ടാണ്. ഈ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവായ ഏകനായ 41 വിശേഷണങ്ങളുള്ള സർവശക്തനായ അള്ളാഹു അവന്റെ സാന്നിധ്യത്തിന് നമുക്ക് സാക്ഷി അവന്റെ റസൂലായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നമ്മുടെ ബുദ്ധിയിലൂടെയും പ്രവാചകന്റെ സന്ദേശങ്ങളിലൂടെയുമാണ് പരിപൂർണമായും നമ്മുടെ സ്രഷ്ടാവിനെ നമുക്ക് തിരിച്ചറിയാനാവുന്നത്. ആ ബോധ്യത്തിലേക്ക് ഒരു മനുഷ്യൻ വന്നു കഴിഞ്ഞാൽ അവൻ ഉത്തരവാദിത്വ ബോധമുള്ളവനായി, താൻ ചോദ്യം ചെയ്യപ്പെടാത്തവനല്ല, തനിക്കൊരു നാഥനുണ്ട് എന്നതാണ് സ്രഷ്ടാവിലുള്ള വിശ്വാസത്തിലൂടെ ഒരു വിശ്വാസിയെ ശക്തിപ്പെടുത്തുന്നത്. ഞാൻ അനാഥനല്ല, എനിക്കെല്ലാം തന്നവൻ, എന്നെ ചോദ്യം ചെയ്യാൻ അധികാരമുള്ളവൻ, ആ അള്ളാഹുവിന്റെ എളിയൊരടിമ മാത്രമാണ് ഞാൻ എന്ന തിരിച്ചറിവ് ഈ മാനവ സമൂഹത്തിന് ആദ്യമായി ഉണ്ടായിരിക്കണം എന്നതാണ് ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. കേരള മുസ്ലിം ജമാഅത്തിന്റെ ഈ പ്രമേയത്തിന്റെയും കാതലായ ഒരു ഭാഗം അതാണ്. അതേ സമയത്ത് സ്രഷ്ടാവായ അള്ളാഹു ഒരു സാമൂഹിക ജീവിയായിട്ടാണ് മനുഷ്യരെ പടച്ചത്. നമുക്കാർക്കും ഇവിടെ ഒറ്റയ്ക്ക് ജീവിക്കുക സാധ്യമല്ല. അത് വിളിച്ചു പറയുന്നുണ്ട് നമ്മുടെ ശരീരം തന്നെ. നാം ധരിച്ച ഉടയാടകൾ, കാലിലിട്ട ചെരിപ്പുകൾ, കയ്യിൽ പിടിച്ച മൊബൈൽ ഫോൺ, നമ്മൾ ഓട്ടിക്കൊണ്ടുവന്ന വാഹനം, നമ്മൾ കഴിച്ച ഭക്ഷണം, നമ്മൾ ഉപയോഗിക്കുന്ന സർവവും നമ്മളാരും ഉണ്ടാക്കിയതായിരിക്കില്ല. ജാതി മത ഭേദമന്യേ സർവ മനുഷ്യരുടെയും സഹകരണത്തിലൂടെയാണ് നമ്മുടെ ഓരോ നിമിഷവും മുന്നോട്ട് പോകുന്നത്. ആ അർത്ഥത്തിലുള്ള ഒരു സാമൂഹ്യ ജീവിയായ മനുഷ്യന് മനുഷ്യരോട് ധാരാളം കടപ്പാടുണ്ട്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ പ്രകൃതിയോടും ഭൂമിയിലെ മനുഷ്യേതര ജീവജാലങ്ങളോടും അവൻ ഉത്തരവാദിത്വങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മനുഷ്യരോടൊപ്പം ഒരു മനുഷ്യൻ നിർവഹിക്കേണ്ട ബാധ്യതകൾ. അള്ളാഹു വ്യത്യസ്ത ആളുകൾക്ക് വ്യത്യസ്ത ശേഷിയും കഴിവുകളുമാണ് തന്നത്. അതൊന്നും നമുക്ക് ഒറ്റക്ക് ഉപയോഗിക്കാനുള്ളതല്ല. ചില ആളുകൾക്ക് അള്ളാഹു ബുദ്ധിയാണ് കൂടുതൽ കൊടുത്തത്, ചിലർക്ക് കായിക ശക്തിയാണ്, ചിലർക്ക് അധികാരമാണ്, മറ്റു ചിലർക്ക് സമ്പത്താണ്, വേറെ ചിലർക്ക് സ്വാധീനങ്ങളാണ്. ഇതൊന്നും നമുക്ക് ഒറ്റക്ക് ഉപയോഗിക്കാനുള്ളതല്ല. വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയത് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി പകുത്തു നൽകുക, പങ്കുവെക്കുക. അവിടെയാണ് മനുഷ്യരെ ചേർത്തു പിടിക്കേണ്ട ഒരു കാഴ്ചപ്പാട് പരിശുദ്ധ ഇസ്ലാം ഖുർആൻ നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത്. അള്ളാഹു നമുക്ക് തന്ന അറിവാകട്ടെ, ആരോഗ്യമാവട്ടെ, അധികാരമാവട്ടെ, സ്വാധീനമാകട്ടെ, ഇത്തരത്തിലുള്ള എല്ലാ വിഭവങ്ങളും നമ്മൾ മനുഷ്യരുമായി പങ്കുവെക്കണം. അറിവുകൾ ഒരിക്കലും മൂടിവെക്കാനുള്ളതല്ല, അത് ആവശ്യമുള്ളവർക്ക് പകർന്നു നൽകാനുള്ളതാണ്. ആരോഗ്യം അല്ലാഹു തന്നത് ഒരു ദുർബലനെ ഇടിച്ച് താഴെയിടാൻ വേണ്ടിയല്ല, അതേ സമയത്ത് അത്തരക്കാർക്ക് ഒരു കൈത്താങ്ങായി മാറാൻ വേണ്ടിയാണ്. അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള അധികാരം അത് മറ്റുള്ളവരെ അടിച്ചമർത്താനല്ല, അത് ആളുകൾക്ക് നീതിയും സന്തോഷവും പകർന്നു നൽകാനുള്ളതാണ്. അള്ളാഹു നമുക്ക് തന്ന സ്വാധീനത്തെ നന്മയുടെ വഴിയിലൂടെ ഉപയോഗപ്പെടുത്താനാണ്, അത് മറ്റുള്ളവർക്ക് ഉപദ്രവമുണ്ടാക്കാനല്ല. ഇങ്ങനെ തുടങ്ങിയ വിഭവങ്ങൾക്ക് അപ്പുറത്തേക്ക് അള്ളാഹു നമുക്ക് വെള്ളം തന്നിട്ടുണ്ട്, നമുക്ക് ഭക്ഷണം തന്നിട്ടുണ്ട്, സമ്പത്ത് തന്നിട്ടുണ്ട്, തൊഴിൽ തന്നിട്ടുണ്ട്. ഇതെല്ലാം മറ്റുള്ളവർക്ക് കൂടി പങ്കുവെക്കാൻ ഓരോ മനുഷ്യനും മുന്നോട്ട് വരുമ്പോഴാണ് നമ്മളൊക്കെ മനുഷ്യരോടൊപ്പമാകുന്നത്. വേനൽക്കാലം വരാൻ പോകുകയാണ്, കുടിവെള്ളത്തിന് വലിയ ദാരിദ്ര്യം അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ടാകും. അള്ളാഹുവിന്റെ മതം പറയുന്നത് ഈ വെള്ളം എന്ന് പറയുന്നത് അള്ളാഹുവിനെ അറിയാനുള്ള ഒരു ദൃഷ്ടാന്തവും കൂടിയാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വഅൻസൽനാ മിനസ്സമായി മാഅൻ തഹൂറാ, മേഘത്തിലൂടെ നിങ്ങൾക്ക് ശുദ്ധജലം ഇറക്കി തരുന്നത് നാമാണ്. വഅൻസൽനാ മിനസ്സമായി മാഅൻ ബിഖദർ ഫഅസ്കന്നാഹു ഫിൽ അർളി വഇന്നാ അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ, മേഘത്തിലൂടെ ഓരോ പ്രദേശത്തിനും താങ്ങാവുന്ന അളവിൽ ഞാൻ വെള്ളം നിങ്ങൾക്ക് ഇറക്കി തരികയും അതിനെ ഭൂമിയുടെ അടിഭാഗത്ത് തളം കെട്ടി നിർത്തുകയും അത് നിങ്ങൾ എടുത്തുപയോഗിക്കുകയും ചെയ്യുമ്പോൾ
അവിടെ നിന്ന് ആ വെള്ളത്തെ അപ്രത്യക്ഷമാക്കാനുള്ള കഴിവ് കൂടി എനിക്കുണ്ടെന്ന് നിങ്ങൾ ഓർക്കണം. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്ന സമയത്ത് സ്രഷ്ടാവിനെ നമ്മൾ ഓർക്കുകയും ഈ വെള്ളത്തിന് വേറെയും അവകാശികളുണ്ട് എന്ന് തിരിച്ചറിയുകയും വെള്ളമില്ലാത്തവർക്ക് വെള്ളം നൽകാൻ മനുഷ്യർ മുന്നോട്ട് വരുമ്പോഴാണ് നമ്മൾ മനുഷ്യർക്കൊപ്പമാകുക. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് കാണാം, അഫ്ളലുസ് സ്വദഖാത്തി സഖിയുൽ മാ, ഏറ്റവും ശ്രേഷ്ഠമായ ദാനം അത് വെള്ളം കുടിപ്പിക്കലാണ്. മുത്തുനബിയുടെ മുമ്പിലേക്ക് സഅദ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നുണ്ട്, ഇന്ന ഉമ്മി ഖദ് മാതത് ഫുജ്അ, എന്റെ മാതാവ് പെട്ടെന്നാണ് മരണപ്പെട്ടു പോയത്, എന്തെങ്കിലും വസിയത്ത് ചെയ്യാനുള്ള അവസരമുണ്ടായിട്ടില്ല. അഫ അതസദ്ദഖു അൻഹാ, അവരെ പേരിൽ ഞാൻ എന്തെങ്കിലും ദാനം ചെയ്താൽ അതിന്റെ ഫലം എൻ്റെ ഉമ്മാക്ക് ലഭിക്കുമോ എന്ന് സ്വഹാബി വര്യർ ചോദിച്ചപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ എന്നുത്തരം പറയുകയും ജനങ്ങൾക്ക് വെള്ളം ലഭ്യമാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. മഹാനവറുകൾ നല്ല ഒരു കിണർ കുഴിച്ച് അത് തൻ്റെ ഉമ്മയുടെ പേരിൽ വഖഫ് ചെയ്തതായി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹിൽ ഉദ്ധരിച്ചത് കാണാം. കേരള മുസ്ലിം ജമാഅത്ത് മുന്നോട്ട് വെക്കുന്ന വലിയൊരാശയമാണ്. ഈ യാത്ര നയിക്കുന്ന സുൽത്താനുൽ ഉലമ AP ഉസ്താദ് 16,000 ശുദ്ധജല പദ്ധതികൾ ഇന്ത്യ രാജ്യത്തിന് സമർപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അതിശയം തോന്നിപ്പോകും. ഈ വിനീതന്റെ എളമരം എന്ന് പറയുന്ന കുഗ്രാമത്തിൽ മാത്രം 4 ജലസേചന പദ്ധതി ഉസ്താദിൻ്റെതായുണ്ട്. എൻ്റെ തൊട്ടടുത്ത വാർഡിൽ അവിടെ 3 ജലസേചന പദ്ധതി, ഒന്ന് 30-ലേറെ കുടുംബങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നതാ. ഞങ്ങളുടെ വാഴക്കാട് പഞ്ചായത്തിൽ മാത്രം 40-ലധികം ശുദ്ധജല പദ്ധതി അഭിവന്യരായ സുൽത്താനുൽ ഉലമയുടെ നേതൃത്വത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ ജലത്തിന് ദാരിദ്ര്യം അനുഭവപ്പെടുന്ന ഒട്ടേറെ സംസ്ഥാനങ്ങളിലുണ്ട്. ഇതാണ് മനുഷ്യർക്കൊപ്പം എന്നത് ഒരാശയമായി പറയുക മാത്രമല്ല, അത് പ്രയോഗവൽക്കരിച്ച ഒരു നേതൃത്വമാണ് ഈ ആശയത്തിൽ യാത്ര നടത്തുന്നത് എന്നത് നമുക്ക് അഭിമാനകരമാണ്. ഇതുപോലെ തന്നെയാണ് അന്നമില്ലാത്തവർക്ക് ആഹാരം കൊടുക്കൽ. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വയുതഇമൂന ത്വആമ അലാ ഹുബ്ബിഹി മിസ്കീനം വയതീമം വഅസീറാ. വളരെ ആഗ്രഹവും താല്പര്യവുമുള്ളതോടൊപ്പം തന്നെ പാവപ്പെട്ടവർക്കും അനാഥകൾക്കും അഗതികൾക്കും അറസ്റ്റ് ചെയ്യപ്പെട്ടവർക്കുമൊക്കെ ആഹാരം നൽകുകയാണ്. അവിടെയൊക്കെ ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. ഈ ഭക്ഷണം തന്ന അള്ളാഹുവിനെ അനുസ്മരിക്കണം. നമ്മൾ അള്ളാഹുവിന്റെ അടിമകളാണ്. തന്നതെല്ലാം അവനാണ്. അത് വിതരണം ചെയ്യാൻ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചതാണ്. എല്ലാവർക്കും എല്ലാം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ശേഷിയുള്ളവർ, ആഹാരം ആവശ്യമുള്ളവർക്ക് അത് ലഭ്യമാക്കണം. അത് ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരണം. ഈ പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടി ഇസ്ലാമിന്റെ ദർശനം നമ്മൾ പരിശോധിച്ചാൽ അറിയാം. അതിൻ്റെ സുപ്രധാനമായ 2 ആഘോഷങ്ങൾ, അതിലേറ്റവും ശ്രേഷ്ഠമായ കർമ്മങ്ങൾ ഭക്ഷണ വിതരണമാണ്. ചെറിയ പെരുന്നാളിന്റെ ദിവസം നിങ്ങൾക്കറിയാം ഫിത്ർ സക്കാത്ത് വിതരണമാണ്. ഓരോ മഹല്ലിലും ഓരോ വ്യക്തിയുടെയും തലയെണ്ണി ഒരാളുടെ പേരിൽ ഏകദേശം 3 കിലോഗ്രാമോളം അരിയാണ് അവിടെ വിതരണം നടത്തുന്നത്. അങ്ങനെ കിൻഡൽ കണക്കിന് അരി ഓരോ പ്രദേശത്തും വിതരണം ചെയ്യുമ്പോൾ 6 മാസം വരെ പാവപ്പെട്ടവരുടെ അടുക്കളയിൽ ആഹാരമുണ്ടാക്കാൻ ആവശ്യമായ അരിയുടെ വിതരണം ഫിത്ർ സക്കാത്തിലൂടെ നടക്കുകയാണ്. മറ്റൊരു വലിയ ആഘോഷമായ ബലിപെരുന്നാളിൽ ഒരു മുഖ്യാഹാരമായ മാംസവിതരണമാണ് ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. ഇതെന്തിനു വേണ്ടിയാണ്? ജനങ്ങളോടൊപ്പം നിന്ന് അവർക്ക് വേണ്ടതെല്ലാം അടിസ്ഥാന സൗകര്യങ്ങളും ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കണം. ഇതേപോലെ തന്നെ സമ്പത്ത് അള്ളാഹു നമുക്ക് തന്ന വലിയൊരു വിഭവമാണ്. സമ്പന്നന്മാരുടെ കൈകളിൽ മാത്രം കറങ്ങേണ്ടതല്ല. ലികൈലാ ദൂലത്തം ബൈനൽ അഗ്നിയാഇ മിൻകും, സമ്പന്നരുടെ കരങ്ങളിലൂടെ മാത്രം കറങ്ങരുത്, അത് പാവപ്പെട്ടവരിലേക്ക് എത്തണം. ഇന്ത്യയിലെ സമ്പന്നരെ 3 ഭാഗമായി നമ്മൾ വേർതിരിച്ചാൽ, ഒന്ന് അതിസമ്പന്നരാണ്, മറ്റൊന്ന് സമ്പന്നരാണ്, മറ്റൊരു വിഭാഗം ദരിദ്രരാണ്. നമ്മൾ അറിയണം, ഇന്ത്യയിലെ 1% മാത്രം വരുന്ന അതിസമ്പന്നരുടെ കൈവശമാണത്രേ ഈ രാജ്യത്തിന്റെ 40% സമ്പത്തുമുള്ളത്. ബാക്കി വരുന്ന 58% സമ്പത്ത് 10% വരുന്ന സമ്പന്നരുടെ കൈകളിലാണെങ്കിൽ 50% ആളുകൾ ആകെ ഇവിടെ കൈവശം വെച്ചിട്ടുള്ളത് വെറും 6.4% സമ്പത്ത് മാത്രമാണ്. സമ്പത്ത് മുഴുവനും സമ്പന്നരുടെ കൈകളിൽ തന്നെ കുമിഞ്ഞുകൂടുമ്പോൾ
അവിടെയാണ് അല്ലാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, ഓരോ സമ്പത്തിന്റെയും നിശ്ചിത അളവ് എത്തിക്കഴിഞ്ഞാൽ അതിന്റെ 2.5%, ചില സമ്പത്തിന് അതിനേക്കാൾ കൂടുതലും പാവപ്പെട്ടവരുടെ അവകാശമാണെന്ന് നിർണയിക്കുകയും അത് നിർബന്ധമായും അവർക്ക് കൊടുക്കണമെന്ന് പറയുകയും പലപ്പോഴും ഐച്ഛികമായ സാമ്പത്തിക വ്യവഹാരങ്ങൾക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത് മനുഷ്യരോടൊപ്പം എന്ന ആശയത്തിന്റെ ഈ പൂർത്തീകരണത്തിന്റെ ഭാഗമാണ്. ഇതുപോലെ തന്നെ മനുഷ്യരോടൊപ്പം നമ്മൾ നിലകൊള്ളുക എന്ന് പറയുമ്പോൾ എല്ലാ ജനവിഭാഗത്തെയും ചേർത്ത് പിടിച്ചു പോകണമെന്നതാണ് ഇതിന്റെ മറ്റൊരർത്ഥതലം. പാവങ്ങളോടൊപ്പം നമ്മൾ ഉണ്ടാകണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാറുണ്ട്, ഇബ്ഗൂനി ഫീ ദുഅഫാഇകും, നിങ്ങളിലെ ദുർബലരോടൊപ്പം നിങ്ങൾ എന്നെ അന്വേഷിക്കുക. മുത്തുനബി എവിടെയാണെന്ന് കാണുന്നില്ലെങ്കിൽ സമ്പന്നരുടെ അടുത്തേക്ക് നിങ്ങൾ പോകണ്ട, പാവപ്പെട്ടവരും ദുർബലരുമായ ആളുകളുടെ കൂടെ മുത്തുനബി ഉണ്ടാകും. പലപ്പോഴും മഹാനായ സയ്യിദുനാ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പുന്നാര നബിയുടെ ഒരു സേവകൻ മാത്രമാണ്. അവിടത്തെ ആ ചെറ്റപ്പുരയിൽ കീറപ്പായ വിരിച്ച് അതിൽ വിശ്രമിക്കാൻ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകാറുണ്ട്. നബിതങ്ങൾ അങ്ങനെയാണ്, പാവപ്പെട്ടവരെ കൂടെയാണ്. ആദിവാസി എന്ന് പറയാവുന്ന ഒരു സ്വഹാബിയാണ് സയ്യിദുനാ സാഹിർ റളിയല്ലാഹു അൻഹു. മദീനയിൽ വന്ന് ചന്തയിലേക്ക് മലമ്പ്രദേശത്ത് നിന്ന് കിട്ടുന്ന വിഭവങ്ങളെ വിൽപ്പന നടത്താൻ വരുമ്പം പുന്നാര നബിതങ്ങളെ കാണുകയും കുശലം പറയുകയും തേൻ പോലുള്ള വിഭവങ്ങൾ അവിടത്തേക്ക് സമ്മാനിക്കുകയും ചെയ്യും. കച്ചവടം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിർ റളിയല്ലാഹു അൻഹുവിന് പട്ടണത്തിലെ വിഭവങ്ങൾ നന്നായി കൊടുത്ത് യാത്രയാക്കുകയാണ്. ഒരു ദിവസം സാഹിർ റളിയല്ലാഹു അൻഹു വന്നപ്പോൾ അവിടുന്ന് വീട്ടിലുണ്ടായിരുന്നില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഞാൻ തിരിച്ചു പോകുമ്പോൾ വരാം. ഈ വിവരമറിഞ്ഞ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് കാത്തു നിൽക്കാതെ ആദിവാസിയായ സാഹിറിനെ കാണാൻ ചന്തയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. വിയർത്തൊലിച്ച് തന്റെ ഉൽപ്പന്നങ്ങളെ മുമ്പിൽ ഉപഭോക്താക്കളെ കാത്തു നിൽക്കുന്ന സാഹിർ റളിയല്ലാഹു അൻഹുവിനെ പിറകിലൂടെ ചെന്ന് തന്റെ ശരീരത്തിലേക്ക് ചേർത്തു പിടിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് ചോദിക്കുകയാണ്, ഇതാ ആരാണ് ഈ അടിമയെ വാങ്ങാൻ തയ്യാറുള്ളത്? ഒരു തമാശ രൂപത്തിൽ ഇത് ചോദിച്ചപ്പോൾ സാഹിർ റളിയല്ലാഹു അൻഹു ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ് സന്തോഷത്തോടെ പറഞ്ഞു, ഇദൻ തജുദുനി കാസിദ, വളരെ വില കുറഞ്ഞ ഒരടിമയല്ലേ നബിയെ, ആരാണ് എന്നെ വാങ്ങുക? പുന്നാര നബി തങ്ങൾ പറഞ്ഞു, അല്ല, ബൽ അന്ത ഇൻദല്ലാഹി റബീ, അല്ലാഹുവിന്റെ അടുക്കൽ നീ വലിയ മൂല്യമുള്ള ആളാണ്. ഇങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്തു പിടിക്കാനാണ് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത്. ഈ ഒരാശയമാണ് കേരള മുസ്ലിം ജമാഅത്ത് ഉയർത്തിപ്പിടിക്കുന്നത്. വർണ്ണവെറി ഇന്നും ലോകത്ത് നിറഞ്ഞാടുകയാണ്. അറിയാലോ, സയ്യിദുനാ ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു തആല അൻഹു തങ്ങളെ മദീനയിലെ പുന്നാര നബി തങ്ങൾ ഇമാമത്ത് നിൽക്കുന്ന പള്ളിയിലെ മുഅദ്ദിൻ ഒന്നാമനായി നിശ്ചയിക്കുന്നത് കറുത്ത വർഗക്കാരനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയാണ്. ഹിജറയുടെ 8ാമത്തെ വർഷം തന്നെ ആട്ടിയോടിക്കാൻ ശ്രമിച്ച മക്കയിലേക്ക് തിരിച്ചു വന്ന് ആ വിജയഭേരി മുഴക്കിയ ദിവസം ളുഹർ ബാങ്കിന്റെ സമയമായപ്പോൾ പരിശുദ്ധ കഅബാലയത്തിന്റെ മുകളിൽ കയറി ബാങ്ക് വിളിക്കാൻ ഒരാൾ വേണം. സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് തങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ അവിടെയുണ്ട്. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പോലുള്ള പൗരപ്രമുഖരുണ്ട്. മുത്തുനബിയുടെ കണ്ണ് തിരയുന്നത് ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയാണ്. അവിടത്തെ വിളിച്ചുകൊണ്ട് വിശുദ്ധ കഅബയുടെ മുകളിൽ കയറി ബാങ്ക് കൊടുക്കിപ്പിക്കുകയാണ് പുന്നാര നബി. ആ സദസ് പലപ്പോഴും അത് ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നില്ല. ഇസ്ലാമിനെ അടുത്തറിയാത്ത പലരും ആ വേദിയിലുണ്ടായിരുന്നു. കൂട്ടത്തിൽപ്പെട്ട ഖാലിദ് ബിൻ ഉസൈദ് പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദി അക്രമ അബി ഫലം യശ്ഹദ് ഹാദൽ യൗം, എന്റെ വാപ്പ ഇന്നലെ മരണപ്പെട്ടത് നന്നായി, ഈ രംഗം എന്റെ വാപ്പാക്ക് കാണേണ്ടി വന്നില്ലല്ലോ. അയാൾ സന്തോഷിക്കുകയാണ്. കാരണം അചിന്തനീയമാണ് ഒരു കറുത്ത വർഗക്കാരൻ ഖുറൈശി പ്രമുഖര് സാക്ഷിയായി നിൽക്കെ കഅബയുടെ മുകളിൽ കയറി ബാങ്ക് വിളിക്കുക എന്നത്. ഹാരിസ് ബിൻ ഹിഷാം എന്ന് പറഞ്ഞ ആള് പറഞ്ഞു, വാ സുഖ്ലാ, ഇതൊരു വല്ലാത്ത സങ്കടമാണ്. ലൈതനി മിത്തു ഖബ്ല അൻ അറാ ബിലാലൻ ഫൗഖൽ കഅബ, ബിലാലിനെ വിശുദ്ധ കഅബയുടെ മുകളിൽ കാണുന്നതിന് മുമ്പ് ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ആ സാമൂഹ്യ ചുറ്റുപാട് ആ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുകയല്ലേ. ഒരു കറുത്ത വർഗക്കാരനെ ഉൾക്കൊള്ളാൻ അവർക്ക് സാധിച്ചിരുന്നില്ല.
ഇങ്ങനെയുള്ള എല്ലാ വിഭാഗത്തെയും ചേർത്തുപിടിച്ച് മനുഷ്യരോടൊപ്പം സഞ്ചരിക്കാനാണ് ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അംഗപരിമിതരായ ആളുകൾ അവരവശത അനുഭവിക്കുന്നവരാണ്. അവരെ ചേർത്തുപിടിക്കാനുള്ള പ്രവാചകന്റെ പ്രായോഗിക പ്രഖ്യാപനങ്ങളും നടപടികളും നമ്മുടെ മുമ്പിൽ മാതൃകയായുണ്ട്. ജന്മനാൽ 2 കണ്ണിനും കാഴ്ചയില്ലാത്ത മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു മദീന പള്ളിയിലെ 2ാമത്തെ മുഅദ്ദിനാണ്. നിങ്ങൾ ആലോചിക്കണം, എത്ര വലിയ പദവിയാണ്. അത് മാത്രമല്ല, മുത്തുനബി മക്കമ്പത്തിന് വേണ്ടി മക്കയിലേക്ക് പുറപ്പെടുമ്പോൾ മദീനയുടെ ഭരണാധിക ചുമതല കൊടുക്കുന്നത് ആർക്കാണ്? ഇതേ കണ്ണ് കാണാത്ത സ്വഹാബിക്കാൻ. അവരെ ചേർത്തു പിടിക്കുകയാണ്. നമുക്കറിയാം, സംസാരശേഷിയില്ലാത്തവർ അവരെ പരിഗണിച്ചുകൊണ്ട്, കാത് കേൾക്കാത്തവരെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രഭാഷണം ഈ രീതിയിൽ ആംഗ്യഭാഷയിൽ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ തന്നെ അവരുടെ നിർദ്ദേശമനുസരിച്ചും അത്തരക്കാരായ ആളുകളെ ഇതാ ചേർത്തുപിടിച്ച് നമ്മളെ കേരളത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ശ്രവണ ശേഷിയില്ലാത്തവർക്ക് SYSന്റെ ആഭിമുഖ്യത്തിൽ നിരവധി സമ്മേളനങ്ങൾ നടന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത മാസം 14, 15 തീയതികളിൽ മലപ്പുറത്ത് അവരുടെ ഒരു സംസ്ഥാന തലത്തിലുള്ള സംഗമം തന്നെ നടക്കാനിരിക്കുകയാണ്. ഇതെന്തിന്റെ ഭാഗമാണ്? ഇസ്ലാം വിഭാവനം ചെയ്യുന്ന സർവ്വ മനുഷ്യരെയും ചേർത്തു നിർത്തി അവരോടൊപ്പം അവർക്ക് വേണ്ടി അവരെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. ഇസ്ലാമിന്റെ അതിമഹത്തായ ഈ ഒരാദർശമാണ്, ആശയമാണ് കേരള മുസ്ലിം ജമാഅത്ത് സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത്. അത് എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന ഒരാശയമാണ്. ഇതിന്റെ ആശയ പ്രചരണത്തിനും ഇത് ഏറ്റെടുക്കുന്നതിനും എല്ലാവരുടെയും സഹകരണങ്ങളും സഹായങ്ങളും അഭ്യർത്ഥിച്ചുകൊണ്ട് എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.